ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് 2024 അവസാനിക്കാറായപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇനിയും മുടങ്ങിക്കിടക്കുന്ന തുക തന്നെ 6400 രൂപ ഇപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ വിതരണത്തെക്കുറിച്ച് സർക്കാർ നൽകുന്ന അറിയിപ്പ് ഇപ്രകാരമാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നിലവിൽ ഇനി ഒരു ഗഡു കൂടി കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ തന്നു തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷം മാർച്ച് മാസത്തിനു മുന്നേ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ നിന്നും ഒരു ഗഡു വിതരണം ചെയ്യും. അതോടുകൂടി സർക്കാർ പറഞ്ഞതുപോലെ മുടങ്ങിപ്പോയ കുടിശ്ശികയിൽ നിന്നും 2 ഗഡു വിതരണം പൂർത്തിയാവും. പിന്നീട് ബാക്കിയുള്ളത് 3 ഗഡു കൂടിയായിരിക്കും. ഇത് വിതരണം ചെയ്യുക 2025-26 സാമ്പത്തിക വർഷത്തിലായിരിക്കും. അതായത് 2025 ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക. അത് സർക്കാരിലേക്ക് ഫണ്ട് വരുന്ന മുറയ്ക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ ഗഡുക്കളായിട്ടോ എല്ലാമായിരിക്കും വിതരണം ഉണ്ടാവുക. ഒരുപാട് ആളുകൾ ഈ കാര്യത്തിൽ ഇപ്പോഴും സംശയം പ്രകടിപ്പിച്ചത് പ്രകാരമാണ് ഈ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അടുത്തതായി പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ സർക്കാർ പറഞ്ഞത് പ്രകാരം എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തണം. ഇപ്പോൾ സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ാണ് സമർപ്പിക്കേണ്ടത്. 60 വയസ്സ് തികയാത്തവർ നിർബന്ധമായും പുനർവിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. ഈ രേഖ ഇപ്പോൾ സമർപ്പിക്കേണ്ട സമയമാണ്. അപേക്ഷ അക്ഷയ കേന്ദ്രം വഴിയോ CSC കേന്ദ്രം വഴിയോ ആണ് രേഖയായി അപേക്ഷ നൽകേണ്ടത്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, വാർഡ് മെമ്പറുടെ കത്ത് എന്നിവയാണ് രേഖയായി സമർപ്പിക്കേണ്ടത്. ഇതുമായി വില്ലേജിലേക്ക് അപേക്ഷ അയച്ചാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുക. അതിനുശേഷം നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിലാണ് ഈ രേഖ സമർപ്പിക്കേണ്ടത്. ഇത് സമർപ്പിക്കാത്തവരുടെ പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.